ട്രേഡ് വിത്ത് വീക്ക്ലി സ്വിംഗ് ഗ്രൂപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത ആഴ്ചയ്ക്കുള്ള കുറച്ച് സ്റ്റോക്കുകളുടെ നമ്മുടെ വ്യൂസാണ് നമ്മളിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഇത് ജസ്റ്റ് വ്യൂസാണ്, നമ്മുടെ വ്യൂസാണ്. നിങ്ങൾക്ക് നിങ്ങളുടേതായ അനാലിസിസൊക്കെ നടത്തിയിട്ട് സ്റ്റോക്ക് എടുക്കാവുന്നതാണ്. ഫസ്റ്റ് നമ്മൾ ഇടുന്ന സ്റ്റോക്ക്, നമ്മൾ ഉദ്ദേശിക്കുന്ന സ്റ്റോക്ക് മണപ്പുറം ഫിനാൻസ് ആണ്. അതിൻ്റെ ഇപ്പോഴത്തെ ലെവല് 193 ആണ് ഇപ്പോഴത്തെ അതിൻ്റെ ലെവൽ വരുന്നത്. അപ്പോൾ നമുക്കത് അതിലൊരു എൻട്രി നമുക്ക് എടുക്കാവുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, നമുക്ക് ഇന്നലത്തെ ഹൈ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ, അതായത് 196 ആണ് ഇന്നലത്തെ ഹൈ, അതായത് ഫ്രൈഡേത്തെ ഹൈ. ആ ഹൈ നമുക്ക് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 196 എബോവ് നമുക്ക് എൻട്രി എടുക്കാം. നമുക്കൊരു ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യുന്നത് 207ഉം 220 230 അങ്ങനെ ആ ലെവലിലേക്കൊക്കെ നമുക്ക് ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. ഫണ്ടമെൻ്റലി സ്ട്രോങ് സ്റ്റോക്കാണ്. അടുത്തത് നമുക്ക് വരുന്നത് ബജാജ് ഹെൽത്ത് കെയർ ആണ് നമുക്ക് അടുത്ത് നമ്മൾ സ്റ്റോക്ക് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോഴത്തെ ലെവൽ 668 ആണ്. നമുക്ക് അത് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തിട്ടാണ് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ ഒരു ബ്രേക്ക് ഔട്ട് സ്റ്റോക്കാണ്. നിങ്ങൾക്കൊരു അഡീഷണൽ ഒരു 5% ടാർഗറ്റ് എക്സ്പെക്റ്റ് ചെയ്യാം. സ്ട്രിക്റ്റ് ആയിട്ടൊരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്തോളൂ. ഒരു 635 ഒരു സ്റ്റോപ്പ് ലോസ് കീപ്പ് ചെയ്യണത് എപ്പോഴും നന്നായിരിക്കും. കാരണം അതൊരു ബ്രേക്ക് ഔട്ട് സ്റ്റോക്കാണല്ലോ. അപ്പോൾ നമുക്ക് ഒരു സ്റ്റോപ്പ് ലോസ് എന്തായാലും കീപ്പ് ചെയ്യണം. നമുക്കൊരു 780 ഒക്കെ ഒരു ടാർഗറ്റ് ഇടാം, പക്ഷേ ഒരു റിസ്ക്കും അതിലുണ്ട്. കാരണം ബ്രേക്ക് ഔട്ട് സ്റ്റോക്ക് ആകുമ്പോൾ അതിൻ്റേതായ റിസ്ക് നമുക്കറിയാലോ. അത് നമ്മൾ ആ റിസ്ക് മെയിൻറ്റെയിൻ ചെയ്തിട്ട് ഈ സ്റ്റോക്ക് നമുക്ക് എടുക്കാവുന്നതാണ്. ഇനി നമുക്ക് അടുത്തത് വരുന്നത് ഡിമാർട്ടാണ്. ഡിമാർട്ട് അവന്യൂ സൂപ്പർ മാർക്കറ്റ് ലിമിറ്റഡ്. അപ്പോൾ ഡിമാർട്ട് നമുക്കറിയാം, അതിന് നമുക്ക് ബഡ്ജറ്റിൽ ടാക്സിന് വല്ല എക്സംഷനൊക്കെ കിട്ടുകയാണെങ്കിൽ നന്നായിട്ടൊരു റാലി നടത്താനൊരു ചാൻസ് ഉണ്ട്. അത് ഒരു 10% ഒക്കെ നമുക്ക് റിട്ടേൺ എക്സ്പെക്റ്റ് ചെയ്യാം. ഓൾറെഡി അത് നന്നായിട്ട് താഴത്തേക്ക് വന്നിട്ടുണ്ട്. അത് നമുക്കൊരു 5000 റേഞ്ചിലുള്ള സ്റ്റോക്ക് ഇപ്പോൾ നമുക്കൊരു ഡിസ്കൗണ്ടഡ് റേറ്റിലാണ് നമുക്ക് കിട്ടുന്നത്. ഒരു 3620 ഇപ്പോൾ നിൽക്കുന്നത്. 10% നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാം നമുക്കതിൽ. പിന്നെ നമ്മൾ അടുത്തത് IRFC ബഡ്ജറ്റ് റിലേറ്റഡ് സ്റ്റോക്ക് തന്നെയാണ്. അപ്പോൾ അതിന് നമുക്ക് ഇപ്പോൾ നിൽക്കുന്നത് 146 ലെവലിലാണ്. ഒരു ടാർഗറ്റ് 155ഉം 166ഉം 165 ഒക്കെ ഒരു ടാർഗറ്റ് ഇട്ടിട്ട് നമുക്ക് സ്റ്റോക്കിൽ നമുക്ക് എൻട്രി എടുക്കാവുന്നതാണ്. അതിൻ്റെ സപ്പോർട്ട് ലെവൽ വരുന്നത് 130 ലെവലൊക്കെ നമുക്കൊരു സപ്പോർട്ട് ഇട്ട് കൊടുക്കാം. പിന്നെ ബഡ്ജറ്റ് റിലേറ്റഡ് തന്നെയാണ്. അടുത്തത് നമുക്ക് ബഡ്ജറ്റ് റിലേറ്റഡ് ആയിട്ട് IRCTC, നമ്മുടെ റെയിൽവേയുടെ സ്റ്റോക്ക്. അത് 779 ഇപ്പോൾ നിൽക്കുന്നത്. നമ്മളത് നമ്മുടെ ടെലിഗ്രാം ഗ്രൂപ്പിൽ ഫ്രൈഡേ നമ്മൾ റെക്കമെൻഡ് ചെയ്തതായിരുന്നു. അപ്പോൾ അതിന് ടാർഗറ്റ് ഒരു 810ഉം 850 ഒക്കെ നമുക്ക് ടാർഗറ്റ് ഇടാം. പിന്നെ സപ്പോർട്ട് 730 നമുക്കൊരു സപ്പോർട്ടുമായിട്ട് കൺസിഡർ ചെയ്യാം. പിന്നെ വരുന്നത് IREDA ആണ്. എനർജി സ്റ്റോക്കാണ്. നമുക്ക് ലാസ്റ്റ് റിസൾട്ട് വന്നപ്പോൾ ഫുൾ പോസിറ്റീവ് റിസൾട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ കറൻ്റിൽ നിൽക്കുന്നത് 207ലാണ്. നമുക്കൊരു 230 245 ഒക്കെ നമുക്ക് ടാർഗറ്റ് ഇട്ടിട്ട് അത് നമുക്ക് നോക്കാവുന്നൊരു നല്ലൊരു സ്റ്റോക്കാണ്. പിന്നെ വരുന്നത് നമുക്ക് ബജാജ് ഫിൻസെർവ്. അപ്പോൾ ബജാജ് ഫിൻസെർവിൽ നമുക്ക് ഉദ്ദേശിക്കുന്നത് ഒരു ലോങ് ടൈം ആയിട്ട് നമുക്ക് ഹോൾഡ് ചെയ്യാൻ പറ്റുന്നൊരു സ്റ്റോക്കാണ്. ലോങ് ടൈം ഒന്നുമില്ല, നമുക്ക് പെട്ടെന്ന് ഫസ്റ്റ് ടാർഗറ്റൊക്കെ പെട്ടെന്ന് നമുക്ക് ഈസി ആയിട്ട് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. ഒരു 170 അല്ല 1730 ഒക്കെ നമുക്ക് ഫസ്റ്റ് ടാർഗറ്റ് ഈസി ആയിട്ട് ഇട്ട് കൊടുക്കാം. അതേപോലെ സെക്കൻഡ് ടാർഗറ്റ് ഒരു 1800 ഒക്കെ നമുക്ക് കിട്ടും. അത് ഫണ്ടമെൻ്റലി കുഴപ്പമില്ലാത്ത സ്റ്റോക്കാണ്. നമുക്ക് ഇത്തിരി ഹോൾഡ് ചെയ്താലും പേടിക്കാണ്ട് നമുക്ക് കീപ്പ് ചെയ്യാവുന്നൊരു സ്റ്റോക്കാണ്. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ആഴ്ച എല്ലാവർക്കും ഒരു ശുഭകരമായ ട്രേഡിംഗ് ആശംസിക്കുന്നു. നന്ദി.